നമസ്കാരം. ഞാൻ ഡോക്ടർ സജികുമാർ, ഓച്ചിറ പരബ്രഹ്മ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യനാണ്. വളരെ അപൂർവവും എന്നാൽ വളരെ ഗുരുതരവുമായ അമീബിക് മസ്തിഷ്കജ്വരം കേരളത്തിൽ ഇപ്പോൾ പിടിമുറുക്കുകയാണല്ലോ. കഴിഞ്ഞ 1.5 മാസമായി ഏതാണ്ട് 75 പേർക്കോളം പേർ ആണ് ഈ രോഗം പിടിപെട്ടത്. അമീബ സാധാരണയായി മനുഷ്യരിൽ ഗുരുതരമായ രോഗമൊന്നും ഉണ്ടാക്കാറില്ലെങ്കിലും അമീബിക് മസ്തിഷ്കജ്വരം വളരെ ഗുരുതരമായ ഒരു അസുഖമാണ്. അമീബിക് മസ്തിഷ്കജ്വരം 2 തരത്തിൽ വരാം. ഒന്ന്, വളരെ പെട്ടെന്ന് തന്നെ വരുന്ന പ്രൈമറി മെനിങ്കോ എൻകെഫലൈറ്റിസ്, അതായത് പ്രാഥമിക അമീബിക് മസ്തിഷ്കജ്വരം. ഇത് നെഗ്ലേറിയ ഫൗളറി എന്നുള്ള ഒരു അമീബയാണ് ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ട് വളരെ സാവധാനത്തിൽ വരുന്ന ഗ്രാനുലോമാറ്റസ് മെനിങ്കോ എൻകെഫലൈറ്റിസ്. ഇത് അക്കന്ത് അമീബ, ബാലമുത്തിയ മാൻഡിലാരിസ് എന്നീ അമീബകളാണ് ഇതുണ്ടാക്കുന്നത്. കെട്ടിക്കിടക്കുന്ന ശുദ്ധ ജലാശയങ്ങളായ തടാകങ്ങൾ, തോടുകൾ, നദികൾ എന്നിവിടങ്ങളിലാണ് ഈ അമീബ സാധാരണയായി കണ്ടുവരുന്നത്. ഇത്തരം ഉപയോഗിക്കാതെ കിടക്കുന്ന ജലാശയങ്ങളിൽ മനുഷ്യർ കുളിക്കുകയോ മുങ്ങുകയോ ചെയ്യുമ്പോൾ അവർ രോഗബാധിതരാകുന്നു. മൂക്കിലെ എല്ലുകൾക്കിടയിലെ നാടുകളിൽ കൂടിയാണ് ഈ അമീബ നമ്മുടെ തലച്ചോറിലെത്തുന്നത്. തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അവ മസ്തിഷ്ക കോശങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കുന്നു. ഈ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ സാധാരണയായിട്ടാണ് തുടങ്ങുന്നത്. തലവേദന, ഛർദി, ഓക്കാനം, മണം തിരിച്ചറിയാതിരിക്കുക തുടങ്ങിയവയാണ് ആദ്യ രോഗലക്ഷണങ്ങൾ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ വളരെ ശക്തമായ തലവേദന, കഴുത്തുവേദന, നിർത്താതെയുള്ള ഛർദി, വിഭ്രാന്തി, ബോധക്ഷയം, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടാകുകയും 5 ദിവസത്തിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുകയും ചെയ്യുക. നട്ടെല്ലിൻ്റെ താഴ്ഭാഗത്തു നിന്നും മസ്തിഷ്ക ദ്രാവകം കുത്തിയെടുത്ത് പരിശോധിച്ചിട്ടാണ് രോഗം നിർണ്ണയിക്കുന്നത്. അമീബയ്ക്കെതിരെ വളരെ ഫലപ്രദമായ മരുന്നുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അമീബ തലച്ചോറിലെത്തിക്കഴിഞ്ഞാൽ ഈ മരുന്നുകളൊന്നും തന്നെ ഫലപ്രദമല്ല. എന്നിരുന്നാലും ലോകത്താകമാനം തന്നെ ഏതാണ്ട് 97% മരണനിരക്കുള്ള ഒരു അസുഖത്തിന് കേരളത്തിൽ വിദഗ്ധ ചികിത്സ മൂലം വളരെ പേരെ രക്ഷിക്കാനായി എന്നത് നമുക്ക് അഭിമാനാർഹമായ ഒരു കാര്യം തന്നെയാണ്. വളരെ ഗുരുതരമായ ഈ രോഗം എങ്ങനെ നമുക്ക് തടഞ്ഞു നിർത്താമെന്ന് നോക്കാം. സ്വിമ്മിംഗ് പൂളുകൾ എല്ലാം ശരിയായി പരിപാലിക്കപ്പെടണം. അവ ശരിയായി ക്ലോറിനേറ്റ് ചെയ്യണം. അതിലെ വെള്ളം നിബന്ധനകൾക്കനുസരിച്ച് മാറ്റുകയും വേണം. ശരിയായി പരിപാലിക്കപ്പെടാതെ കിടക്കുന്ന നീന്തൽക്കുളങ്ങൾ നമ്മൾ ഉപയോഗിക്കാനേ പാടില്ല. വളരെ കാലമായി ഉപയോഗിക്കാതെ കിടക്കുന്ന ജലാശയങ്ങളും തടാകങ്ങളിലും പോയി നീന്തൽ പരിശീലിക്കാതിരിക്കുക. പിന്നെ നീന്തൽ, ഡൈവിംഗ് തുടങ്ങിയവയിൽ ഏർപ്പെടുമ്പോൾ മൂക്കിൽ ശക്തമായി വെള്ളം കയറാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. നസ്യം പോലുള്ള ചികിത്സകൾ നമ്മൾ ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കണം. തല വെള്ളത്തിൽ മുക്കി മുഖം കഴുകുന്ന രീതി ഒഴിവാക്കണം. ഇത്രയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ അസുഖത്തിനെ ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. നന്ദി, നമസ്കാരം.